സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, കുറച്ച് ദിവസം മുമ്പേ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വൃക്ക, ആ വൃക്കയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. വളരെ വിശാലമായൊരു പാഠഭാഗമാണത്. പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കത് എടുത്തു തീർക്കാൻ ശ്രമിക്കും. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. ചോദ്യോത്തരം ഞാൻ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് വൃക്ക. അത് നമ്മുടെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് ഊരയ്ക്ക് അല്പം മുകളിലായി നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായി പയറ് വിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരവയവമാണ് വൃക്ക. വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അവയവം ഏകദേശം 6 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും, 3 സെൻറ്റിമീറ്റർ വീതി, ഏകദേശം 30 മുതൽ 50 ഗ്രാം വരെ തൂക്കമുള്ള ഒരു സാധനമാണിത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികമുള്ള ജലാംശം, ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ രക്തത്തിൽ നിന്ന് അരിച്ചു നീക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അതായത് ഈ മാസം മുതൽ, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ, ഒക്ടോബർ വരെയാണ് മിക്കവാറും ഈ വൃക്കയ്ക്ക് കേടുകൾ മിക്കവാറും ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്താണ് വൃക്കയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം? അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ വൃക്ക ഞാൻ പറഞ്ഞു, നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായി പിൻഭാഗത്ത് ഊരയുടെ അല്പം മുകളിലായി പയറുവിത്തിൻ്റെ ആകൃതിയിൽ അല്ലെങ്കിൽ അമരവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു അവയവമാണ് വൃക്ക. നീളം 6 സെൻറ്റിമീറ്റർ, വീതി 3 സെൻറ്റിമീറ്റർ, ഏകദേശം 25-30 ഗ്രാമിന് തൂക്കമുള്ള ഒരവയവമാണ്. ഈ അവയവത്തിലേക്ക് നമ്മുടെ ശരീരത്തിലെ രക്തക്കൊള്ള, അതായത് രക്തം കൊണ്ടുപോകുന്ന കൊള്ളായ ധമനി വൃക്കയിലേക്ക് കടക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് വൃക്കാധമനി. അങ്ങനെ വൃക്കയിൽ വന്ന് അരിച്ചു മാറ്റപ്പെട്ട ശുദ്ധമായ രക്തം കൊണ്ടുപോകുന്ന മറ്റൊരു കുഴലാണ് വൃക്കാസിര. ഈ വൃക്കാസിര മൂത്രം അരിച്ചു മാറ്റിയ ശേഷം ശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തിലെ മഹാധമനി എന്ന് പറയുന്ന രക്തങ്ങളിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ രക്തം ഇങ്ങനെ എപ്പോഴും വൃക്കയിലേക്ക് ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ വൃക്ക എങ്ങനെയാണ് ഇത് അരിച്ചു മാറ്റുന്നത്? വൃക്ക എങ്ങനെയാണ് മൂത്രം അല്ലെങ്കിൽ രക്തത്തിൽ അധികമുള്ള ജലാംശം, വിഷാംശങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കളും അരിച്ചു മാറ്റപ്പെടുന്നത്? അപ്പോൾ വൃക്ക നമ്മൾ പൊളിച്ചു നോക്കുകയാണ് വിചാരിക്കുക. അങ്ങനെ പൊളിച്ചു നോക്കിയാൽ ആ വൃക്കയിൽ ചെറിയ ചെറിയ അരിപ്പകളുണ്ട്. നമ്മൾ ചായക്ക് അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പകളില്ലേ, അതേപോലുള്ള അരിപ്പകൾ 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിൽ അരിപ്പകൾ ഓരോ വൃക്കയിലും ഉണ്ടായിരിക്കും. ഈ അരിപ്പകളെ നമ്മൾ പറയുന്ന പേരാണ് നെഫ്രോണുകൾ. എന്താ പറയുക? നെഫ്രോണുകൾ. ഈ നെഫ്രോണുകളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ നമ്മൾ പറയുന്ന പേരാണ് നെഫ്രോളജിസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും വൃക്ക സംബന്ധമായ തകരാറുകൾ ഉണ്ടായാൽ നമ്മൾ ആദ്യം സമീപിക്കുന്ന ഈ നെഫ്രോളജിസ്റ്റുകളാണ്. അപ്പോൾ ഈ ചെറിയ ഞാൻ പറഞ്ഞു 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലുള്ള യൂണിറ്റുകളുണ്ട്, അരിപ്പകൾ, ചെറിയ അരിപ്പകൾ. അതിങ്ങനെ വലിയൊരു കയറിൽ ഇങ്ങനെ ചെറിയ മറ്റ് കയറുകൾ കെട്ടിത്തൂക്കിയ പോലുള്ള ഒരു വലിയ യൂണിറ്റാണ്. അപ്പോൾ അതിലത്തെ ആ യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് നെഫ്രോൺ. ഈ നെഫ്രോൺ എന്ന് പറയുന്ന സാധനമാണ് രക്തത്തിൽ നിന്ന് മൂത്രവും ആവശ്യമില്ലാത്ത വസ്തുക്കൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വൃക്കയുടെ ചിത്രം, ആ വൃക്കയിലേക്ക് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ, ആ വൃക്കയിലേക്ക് വരുന്ന രക്തക്കൊഴൽ മഹാധമനിയുടെ ഒരു ശാഖ, അതായത് വൃക്ക ധമനി. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിര വൃക്കാസിര. അപ്പോൾ ആ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആ മഹാധമനി എന്ന് പറയുന്ന രക്തക്കൊഴൽ ഈ വൃക്കയിലുള്ള ചെറിയ യൂണിറ്റുകളായ നെഫ്രോണിലേക്ക് അതിൻ്റെ ചെറിയ ശാഖകൾ, അതായത് ധമനിയുടെ ശാഖകൾ അനേകം ചെറിയ ശാഖകളായി പിരിയുകയും ഈ ശാഖകൾ ഓരോ യൂണിറ്റിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നെഫ്രോണ്. ആ നെഫ്രോണിലേക്ക് കിടക്കുന്നു. അപ്പോൾ ആ നെഫ്രോണിൻ്റെ ഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. നമ്മൾ ഈ റബ്ബർ പന്തൊക്കെ ഓട്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ റബ്ബർ പന്താണ് ഞെക്കിയാൽ ഒരു കപ്പ് പോലെ ആവുമല്ലോ. ആ കപ്പിൻ്റെ അടിഭാഗത്ത് ഒരു കുഴലുണ്ടായിരിക്കും, കുഴൽ പോലുള്ളൊരു ഭാഗം.
അപ്പോൾ ഈ കപ്പിലേക്ക് നമ്മുടെ പിന്നെ ധമനിയുടെ വൃക്കാധമനിയുടെ ഒരു സിര, ഒരു ഉദാഹരണം പറയുകയുടെ ധമനിയുടെ ഒരു സിര ആ കപ്പിൻ്റെ ഉള്ളിലേക്ക് വരികയും അനേകം ചെറിയ ചെറിയ ശാഖകളായിട്ട് പിരിയുകയും ചെയ്യും. ആ ചെറിയ ചെറിയ ശാഖകൾ ഈ കപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ ശാഖകളുടെ മറ്റേ വശം നമ്മുടെ വൃക്കാസിരയായി ഘടിപ്പിച്ചിരിക്കും. അപ്പം ഇങ്ങനെയുള്ള വിശാലമായ വലിയ ആ നീണ്ട കയറ് പോലുള്ള ആ കയറിൽ തൂക്കിയിരിക്കുന്ന 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലുള്ള നെഫ്രോണുകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ, അതിൻ്റെ പിൻഭാഗത്തുള്ള ചെറിയ ചെറിയ കുഴലുകളൊക്കെ ഈ 4 പോലുള്ള വലിയ കുഴലിലേക്ക് തുറന്നിരിക്കും. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് രക്തം കടക്കുമ്പോൾ ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ ആ കപ്പിൻ്റെ ഉള്ളിൽ ചകിരി പോലെ ചുരുണ്ട് കിടക്കുന്ന ആ രക്തക്കൊള്ളികളിൽ നിന്ന് മർദ്ദവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പിലേക്ക് ഊർന്നു വീഴുകയും ആ ഊർന്നു വീണ ഭാഗം വെള്ള ദ്രാവകം, അതായത് ആവശ്യമില്ലാത്ത രക്തത്തിലെ ഭാഗം അടുത്തുള്ള, അതായത് കപ്പിൻ്റെ അടിഭാഗത്ത് കാണുന്ന കുഴലിലൂടെ നമ്മുടെ കയറ് പോലുള്ള വലിയ കുഴലിലേക്ക് തുറക്കുകയും ചെയ്യും. അങ്ങനെ 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഉള്ള യൂണിറ്റുകൾ മുഴുവനെ ആ അരിപ്പകളെ അരിച്ചെടുത്ത വെള്ളം ആ കുഴലിലേക്ക് വിടുകയും ആ കുഴൽ പിന്നീട് വൃക്കയുടെ ഏകദേശം ആ പ്രവേശന ഭാഗത്ത് വെച്ച് തുറക്കുകയും, ആ തുറക്കുന്ന ഭാഗത്ത് ഒരു കുഴലുണ്ട്. ആ കുഴലിനെ നമ്മൾ പറയുന്ന പേരാണ് മൂത്രവാഹി. നിങ്ങൾ പേജ് നമ്പർ 101 ചിത്രം 8 കൊടുത്തിട്ടുണ്ട്. അതിൽ വൃക്ക, മൂത്രവാഹി, മൂത്രസഞ്ചി, മൂത്രനാളം ഇത്രയും ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഈ ക്ലാസ്സിൻ്റെ ഒപ്പം ഒന്ന് നോക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ രക്തം ഈ നമ്മുടെ വൃക്കാധമനിയിൽ നിന്ന് വൃക്കയിലേക്ക് കിടക്കുന്ന ആ ധമനിയുടെ ഭാഗങ്ങളിൽ ധാരാളം ചെറിയ ചെറിയ ശാഖകളായി പിരിഞ്ഞ് അതിൽ നിന്ന് ആ കപ്പിൽ വെച്ച് മർദ്ദവ്യത്യാസം അനുസരിച്ച് അരിച്ചെടുക്കപ്പെടുന്ന മൂത്ര നാളിയിലേക്ക്, അതായത് മൂത്രവാഹിയിലേക്ക് വിടുകയും ശുദ്ധീകരിച്ച രക്തം വൃക്കാസിരയിലേക്ക് വിടുകയും ആ വൃക്കാസിര മഹാധമനിയിലേക്ക് തുറക്കുകയും ചെയ്യും. അങ്ങനെ ഈ 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള യൂണിറ്റുകളായ ഈ നെഫ്രോണുകൾ അരിച്ചെടുക്കുന്ന മൂത്രമാണ്, അല്ലെങ്കിൽ രക്തത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് നമ്മുടെ മൂത്രമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം മൂത്രത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? മൂത്രത്തിൽ പ്രധാനമായിട്ട് പലതരത്തിലുള്ള വസ്തുക്കളുണ്ട്. അത് പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. ജലം, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം മുതലായവയുടെ ക്ലോറൈഡുകൾ, സൾഫേറ്റുകൾ, ഫോസ്ഫേറ്റുകൾ മുതലായവയും കൂടാതെ അമോണിയ കീറ്റോൺ, അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഹോർമോണുകൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആവശ്യമില്ലാത്ത കളറുകൾ, രാസാഗ്നികൾ മുതലായവയെല്ലാം മൂത്രത്തിൽ ഉണ്ടായിരിക്കും. അതെല്ലാം അടങ്ങിയ ആ ദ്രാവകമാണ് മൂത്രം. അതിൽ ജലത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കും. ഇങ്ങനെ അരിച്ചെടുക്കപ്പെടുന്ന ആ മൂത്രം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മൂത്രം പരിശോധിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് മൂത്രം പരിശോധിക്കുന്നത്? പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടർ മൂത്രം പരിശോധിക്കാൻ നമ്മളോട് പറയും. അപ്പോൾ മൂത്രം പരിശോധിക്കുമ്പോൾ മൂത്രത്തിൽ എന്തിനാണ് മൂത്രം പരിശോധിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ മൂത്രത്തിൽ ഉണ്ടായിരിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ മൂത്രത്തിൽ ചെറിയ അംശം ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് വിചാരിക്കുക. ഇപ്പോൾ മൂത്രപരിശോധനയിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ വ്യക്തിക്ക് പ്രമേഹം എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കഴിച്ച ആഹാരത്തിലെ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അംശങ്ങൾ ഉണ്ടായിരിക്കും, ആൽബുമിൻ. അങ്ങനെ മൂത്രത്തിൽ ആൽബുമിൻ എന്ന് പറയുന്ന ആ വസ്തുക്കൾ കാണുകയാണെങ്കിൽ വൃക്കയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശങ്ങൾ കാണുകയാണെങ്കിൽ
അപ്പോഴും വൃക്കയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഡോക്ടർക്ക് മനസ്സിലാവും. ചിലപ്പോൾ ബിലിറൂബിൻ എന്ന് പറയുന്ന വസ്തു ഉണ്ടായിരിക്കും മൂത്രപരിശോധനയിൽ. അത് മഞ്ഞപ്പിത്തത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ ആ വ്യക്തിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ മൂത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പഴുപ്പിൻ്റെ അംശങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വൃക്കയിലോ മൂത്രനാളത്തിലോ പഴുപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂത്രം പരിശോധന നടത്തുന്നത്. അപ്പോൾ നമുക്ക് രസകരമായൊരു വാർത്ത ഉണ്ട്. ഒന്ന് നോക്കൂ. മഴക്കാലത്ത് നമുക്ക് മൂത്രം കൂടുതലുണ്ടല്ലോ, വേനൽക്കാലത്ത് വളരെ കുറവാണ്. എന്താണ് കാരണം? അപ്പോൾ വേനൽക്കാലത്തും നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണുണ്ട്. ആ ഹോർമോണിൻ്റെ പേരാണ് ADH, ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ, അല്ലെങ്കിൽ അതിനെ വാസോപ്രസിൻ എന്ന് പറയും. അപ്പോൾ തണുപ്പ് കാലങ്ങളിൽ സാധാരണ നമ്മുടെ വാസോപ്രസിൻ അല്ലെങ്കിൽ ADHൻ്റെ അളവ് കൂടിയിരിക്കും. അങ്ങനെ അളവ് കൂടുകയാണ് വിചാരിക്കുക. കൂടുകയാണെങ്കിൽ, അതായത് വേനൽക്കാലത്ത് അളവ് കൂടുകയാണ് വെച്ചാൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ മഴക്കാലത്ത് ADHൻ്റെ അളവ് കുറയും, അപ്പം മൂത്രം കൂടും. അതായത് മഴക്കാലത്ത്, തണുപ്പ് കാലത്ത് ADHൻ്റെ അളവ് കുറയും, അപ്പം മൂത്രം കൂടും. വേനൽക്കാലത്ത് ADHൻ്റെ അളവ് കൂടുന്നു, മൂത്രം കുറയുന്നു. അപ്പോൾ ഈ ADHൻ്റെ കൂടുകയും കുറവും അനുസരിച്ചാണ് നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നത്. അത് മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ADH കുറയും, അപ്പം മൂത്രത്തിൻ്റെ അളവ് കൂടും. വേനൽക്കാലത്ത് ADHൻ്റെ അളവ് കൂടുന്നു, അപ്പോൾ മൂത്രം കുറയും. മനസ്സിലായില്ല? മഴക്കാലത്ത് ADHൻ്റെ അളവ് കുറയും, അപ്പം മൂത്രം കൂടും. വേനൽക്കാലത്ത് ADHൻ്റെ അളവ് കൂടുന്നു, അപ്പം മൂത്രം കുറയും. ഇങ്ങനെയാണ് മൂത്രത്തിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അല്ല അടിയ പൊട്ടിയ പോലെയാണ് നമ്മൾ മഴക്കാലത്ത് മൂത്രം പെട്ടെന്ന് ഒഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറുകളുണ്ട്. ആ തകരാറുകൾ എന്തൊക്കെയായിരിക്കും? വൃക്കയ്ക്ക് പലതരത്തിലുള്ള കേടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൃക്കയിൽ കല്ല്. പാലുൽപ്പന്നങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഈ കാൽസ്യം എന്ന് പറയുന്ന ഭാഗം, കാൽസ്യം അംശം വൃക്കയിൽ അടിഞ്ഞുകൂടുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വൃക്കയിൽ കല്ല്. അപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ ശക്തിയായ വേദന ഇങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ ആ വേദനയ്ക്ക് പറയുന്ന പേരാണ് റീനൽ കോലിക്സ്. അത് വൃക്കയിലുണ്ടാകുന്ന ഒരു തകരാറാണ്. മറ്റൊന്നാണ് വൃക്കാവീക്കം, നെഫ്രൈറ്റിസ് എന്ന് പറയും. അത് വൃക്കയ്ക്കുണ്ടാകുന്ന ഒരസുഖമാണ്. മൂന്നാമത്തെ ഒരു അസുഖമാണ് യുറീമിയ, വൃക്ക പൂർണ്ണമായും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വൃക്ക ഭാഗ്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഡയാലിസിസ്. അപ്പോൾ വലിയ ഒരു ജീവദായക പ്രവർത്തനമാണ് ഡയാലിസിസ്. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. അപ്പോൾ തുടർച്ചയായി അത്തരത്തിലുള്ള ആൾക്കാർക്ക് വൃക്ക നിന്ന് പോയാൽ നമ്മൾ വൃക്ക മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറും. വൃക്ക മാറ്റി വയ്ക്കേണ്ടതായി വരുന്നു. ഇപ്പം ഇന്നത്തെ കണ്ടീഷൻ അനുസരിച്ച്, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരിൽ നമുക്ക് മാച്ചായ അല്ലെങ്കിൽ യോജിച്ചൊരു വൃക്ക കിട്ടാൻ 13 ലക്ഷം വരെ ഏജൻറ്റുമാർ വാങ്ങുന്നുണ്ട്. വൃക്ക ഒരാൾ നമുക്ക് തരണമെങ്കിൽ, നമുക്ക് അനുയോജ്യമായൊരു വൃക്ക തരണമെങ്കിൽ 13 ലക്ഷം വരെ ആവശ്യപ്പെടുന്നുണ്ട്, കൊടുക്കേണ്ടി വരും. അത് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ലക്ഷം. പിന്നെ ഒരു വർഷത്തോളം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. അതിന് ഏകദേശം ഒരു 3 ലക്ഷം. ചുരുക്കി പറഞ്ഞാൽ 20 ലക്ഷം രൂപയോളം വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് 20 മുതൽ 40 ലക്ഷം വരെ ചിലവാക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. പാവങ്ങളായ നമ്മൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്.
സാധാരണക്കാർക്ക് താങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കുകയും നീട്ടുകയും കൈകാട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വൃക്ക നിൽക്കുന്ന ഈ പ്രവർത്തനം ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ നമ്മുടെ കുട്ടികൾക്കും അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ചുരുങ്ങിയത് ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കഴിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക. തീർച്ചയായും നമ്മളൊരു 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം തുടർച്ചയായി 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. ഈ 3 ലിറ്റർ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ചായയും കഞ്ഞിയും കാപ്പിയും പഴവും അങ്ങനെയുള്ള അതിലുള്ള വസ്തുക്കളിൽ ആ വെള്ളം കഞ്ഞി അടക്കമുള്ള എല്ലാതും പെടും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും അല്ലെങ്കിൽ ഒരു 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാൻ വലിയവരും അതേപോലെ തന്നെ ചെറിയ കുട്ടികളും പ്രത്യേകിച്ച് നമ്മൾ നിർബന്ധിച്ച് വെള്ളം കുടിക്കുകയും വെള്ളം കൊടുക്കുകയും വേണം. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. കാരണം നമുക്ക് ഭക്ഷണം ദഹിക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരിയിട്ട് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാഞ്ഞാൽ ഗ്രൈൻഡർ വർക്ക് ചെയ്യുക വേണ്ട പോലെ ഇല്ല, അതിൻ്റെ ബെൽറ്റ് പൊട്ടും. അതേപോലെ തന്നെയാണ് നമ്മുടെ വൃക്കയുടെ കാര്യം. അപ്പോൾ നമ്മളത് സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗങ്ങളിലൊന്നാണ് തുടർച്ചയായിട്ടുള്ള വെള്ളം കൂടി. നമ്മുടെ വൃക്കയുടെ കേടുകൾ എപ്പോഴും പരിശോധിക്കുക, നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അപകടങ്ങളിൽപ്പെട്ടോ മരണം സംഭവിക്കുമ്പോഴോ ചെറുപ്പകാലത്ത് എന്തെങ്കിലും മരണം സംഭവിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആരോഗ്യന്മാരായ ആൾക്കാരോ മരണശേഷം വൃക്ക മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പുണ്യം ഈ ലോകത്തിൽ യാതൊന്നും ഇല്ല. മലയാളികളായ നമ്മൾ എല്ലാവരോടും സഹാനുഭൂതിയുള്ള ഒരു വർഗം തന്നെ എന്ന് പറയാം. മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടി മലയാളികൾ ജാതി മത സാധു സമ്പന്ന വ്യത്യാസമില്ലാതെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കേരളീയ ജനസമൂഹമാണ്. ആ സമൂഹത്തിലെ ഓരോ അംഗങ്ങളാണ് നമ്മൾ. അപ്പം മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഉപകാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതിനെല്ലാവരും മുൻകൈ എടുക്കുക. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിലോ അതേപോലെ തന്നെ മരണങ്ങളിലോ എങ്ങനെയെങ്കിലും സംഭവിക്കുമ്പോൾ അവരുടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരും എൻ്റെ മരണശേഷം വൃക്ക മറ്റുള്ളവർക്ക് ദാനം ചെയ്യാം എന്ന് പറയുന്നത് വളരെയധികം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് വേണ്ടി എഴുതി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കും. അതുപോലെ തന്നെ അപ്പോൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങളിലൊന്നാണ് വൃക്ക. ഒന്ന്. രണ്ടാമത് മാറി ഏതെങ്കിലും വിസർജനമായി നമ്മുടെ ശരീരത്തിലുണ്ടോ? ഉണ്ട്. ത്വക്ക് അല്ലെങ്കിൽ തോല്, വിയർപ്പ്, യൂറിയ മുതലായ വസ്തുക്കൾ ത്വക്കിലൂടെ പുറത്തു പോകുന്നു. മാറി ഒരു വിസർജന അവയവം കൂടി നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ശ്വാസകോശം. കാർബൺ ഡയോക്സൈഡ് ഒക്കെ പുറത്തു കളയുന്നത് ശ്വാസകോശം അല്ലേ? ഇതാണ് വിസർജനം എന്ന അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ 2-3-4 ചോദ്യോത്തരങ്ങൾ എഴുതി തരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ മൊബൈലിടാം. നിങ്ങൾ അത് വേണ്ട പോലെ പഠിക്കുകയും നോക്കുകയും വേണം. നമുക്ക് എല്ലാവർക്കും ക്ലാസ് തന്നെ കിട്ടണം. വേണ്ട പോലെ സമയമുണ്ട്. ഇനി ഒരു ക്ലാസ്സും കൂടി ഞാൻ എടുക്കേണ്ടതുണ്ട്. അത് ഈ ആഴ്ചയിൽ തന്നെ മിക്കവാറും എല്ലാ പഠിതാക്കൾക്കും വേണ്ടി ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.